അല്ലു അർജുൻ എന്ന മലയാളികളുടെ സ്വന്തം മല്ലു അർജുനോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. മറ്റൊരു തെലുങ്ക് താരത്തിനും ഇനിയും നേടാൻ കഴിയാത്ത സ്വീകാര്യത എന്നും എപ്പോഴും അല്ലു അർജുന് മാത്രം സ്വന്തം. മലയാളി അല്ലാതിരുന്നിട്ട് കൂടി മലയാളി പ്രേക്ഷകർ അല്ലു അർജുനെ നെഞ്ചിലേറ്റി. ആദ്യമായി കേരളത്തിൽ ആരാധകരെ സമ്പാദിച്ച തെലുങ്ക് നടനാണ് അല്ലു അർജുൻ. 90s കിഡ്സിന് അല്ലു അർജുൻ കഴിഞ്ഞിട്ടേ മറ്റേത് തെലുങ്ക് നടനുമുള്ളൂ. ആര്യ എന്ന ചിത്രത്തോടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അല്ലു അർജുൻ കുടിയേറിയത്. ആര്യയിലെ ഗാനങ്ങളും ഒരു കാലത്ത് തരംഗമായിരുന്നു. ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് അല്ലു അർജുൻ സിനിമയിലേക്ക് എത്തുന്നത്. ചൈൽഡ് ആർട്ടിസ്റ്റായി 2 സിനിമകൾ ചെയ്തു. പിന്നീട് പഠനം പൂർത്തിയാക്കിയ ശേഷം ഗംഗോത്രി എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറി. കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത സിനിമ എന്നാൽ പ്രതീക്ഷ വിജയമൊന്നും നേടിയില്ല. അല്ലു അർജുൻ എന്ന നായക നടനെയും തെലുങ്ക് പ്രേക്ഷകർക്ക് ദഹിച്ചില്ല. സിനിമ കാര്യമായ സാമ്പത്തിക ലാഭമൊന്നും നേടാതെ ശരാശരി വിജയം മാത്രം നേടി. പിന്നീടാണ് ആര്യ എന്ന സിനിമ അല്ലുവിന് ലഭിക്കുന്നത്. ചിത്രം മൊഴിമാറ്റി പ്രദർശിപ്പിച്ച് വൻ വിജയമായി. നടൻ ധനുഷ് പിന്നീട് ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ക്യാമ്പസ് പ്രണയകഥയും ആര്യയായുള്ള അല്ലുവിന്റെ പ്രകടനവും ദേവി ശ്രീ പ്രസാദിന്റെ സംഗീതവും അല്ലുവിന്റെ മാസ്മരിക നൃത്തവുമെല്ലാം കൊണ്ട് സിനിമ വൻ വിജയമായി മാറി. അല്ലു അർജുൻ സിനിമകളുടെ മലയാളം ഡബ്ബിനുണ്ടായിരുന്ന നിലവാരം കൂടിയാണ് അല്ലു സിനിമകൾക്ക് പ്രേക്ഷകർ കൂടാൻ കാരണം. തെന്നിന്ത്യൻ സിനിമയിലുള്ള ഏറ്റവും മികച്ച നർത്തകരിലൊരാളാണ് അല്ലു അർജുൻ. എല്ലാ സ്റ്റൈൽ നൃത്തവും അനായാസം അല്ലു കൈകാര്യം ചെയ്യും. ആര്യയ്ക്ക് ശേഷം പിന്നീട് പുറത്തിറങ്ങിയ സിനിമകളിലെല്ലാം നടനായും നർത്തകനായുമെല്ലാം അല്ലു അർജുൻ വിസ്മയിപ്പിച്ചു. തന്റെ അഭിനയത്തെയും പ്രകടനത്തെയും പുച്ഛിച്ചവരെ കൊണ്ട് തന്നെ പിന്നീട് തന്റെ സിനിമകളുടെ ടിക്കറ്റ് എടുപ്പിച്ചു അല്ലു. ബാഹുബലിയുടെ തന്നെ നിരവധി റെക്കോർഡുകൾ തകർത്ത ഒരു ബ്ലോക്ക് ബാസ്റ്റർ ആയിരുന്നു അല്ലുവിന്റെ അല വൈകുണ്ഠപുരമലു. പുഷ്പയാണ് തെന്നിന്ത്യൻ നടൻ എന്ന ലേബലിൽ നിന്നും താരത്തെ പാൻ ഇന്ത്യൻ താരമായി മാറ്റിയത്. അധികം പ്രൊമോഷൻ ഇല്ലാതെ പുറത്തിറങ്ങിയ പുഷ്പയുടെ ഹിന്ദി പതിപ്പ് 100 കോടിയിലധികം സമ്പാദിച്ചു. പുഷ്പ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അല്ലു നേടി. പുഷ്പ 2 ഡിസംബർ 5-ന് റിലീസ് ചെയ്യും. പുഷ്പ 2-വിലൂടെ നടൻ 1000 കോടി ക്ലബിലേക്ക് കയറാനും സാധ്യതയുണ്ട്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ഏക തെലുങ്ക് നടൻ എന്നതുൾപ്പെടെയുള്ള നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുഷ്പ 2-വിന്റെ റിലീസ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോസ്മെറ്റിക് സർജറികളുടെ പേരിൽ നടൻ പരിഹാസം കേൾക്കുകയാണ്. നടൻ സിനിമയിൽ എത്തിയ ശേഷം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. അല്ലു അർജുന്റെ പഴയ ഫോട്ടോകളിൽ നടന്റെ മുഖത്ത് വന്ന മാറ്റം വ്യക്തമാണെന്നും കമന്റുകളുണ്ട്. അല്ലു അർജുൻ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തോ എന്ന വിഷയത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് പ്രശസ്ത ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ രാജശേഖർ പ്രതികരിച്ചിരുന്നു. പഴയ ഫോട്ടോകളെ അടിസ്ഥാനമാക്കി അല്ലു അർജുന്റെ മൂക്കിലും ചുണ്ടുകളിലും ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ടെന്നത് വെറും ഊഹാപോഹം മാത്രമാണെന്നാണ് ഡോക്ടർ രാജശേഖർ പ്രതികരിച്ചത്. അതേസമയം പ്രായത്തിൻ്റെതായ മാറ്റം മാത്രമാണ് നടന്റെ മുഖത്ത് വന്നതെന്നാണ് ആരാധകർ നൽകുന്ന വിശദീകരണം.